അതുകൊണ്ട് തന്നെ ഒരു എയർ ഗ്യാപ്പ് ഉള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ ചൂട് ആക്ച്വലി വളരെ കുറവായിരിക്കും. ഒരു 1 സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചാണ് ഇടുന്നത് ഈ ലിൻഡൽസ് എല്ലാം. ഹലോ, ഇത് നമ്മുടെ AC ബ്ലോക്കിൽ ചെയ്തിട്ടുള്ള കൊടുങ്ങല്ലൂർ ചെയ്തിട്ടുള്ളൊരു പ്രൊജക്റ്റാണത്. അപ്പോൾ ഇത് കോളം ബീം സ്ട്രക്ചർ അല്ല ആക്ച്വലി. ഇത് റെനോക്കോൺ തന്നെ HD എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്ന ബ്ലോക്കാണ്. നമുക്ക് ലോഡ് ബിയറിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് ഇത് നമ്മൾ ഉപയോഗിക്കാൻ കാരണം ഒന്ന് ഇതിൻ്റെ സ്ട്രക്ചറിലുള്ള ലോഡ് കുറയ്ക്കാൻ വേണ്ടി, രണ്ടാമത്തത് നമുക്ക് പ്ലാസ്റ്ററിങ്ങിനുള്ള കോസ്റ്റ് ലാഭിക്കാൻ, പിന്നെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചൂട് കുറയ്ക്കാം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ഒരു എയറേറ്റഡ് ആയിട്ടാണ് ഈ കട്ട വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എയർ ഗ്യാപ്പ് ഉള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ ചൂട് ആക്ച്വലി വളരെ കുറവായിരിക്കും. അതാണ് ഒരു മെയിൻ ഉദ്ദേശം ഇത് ഉപയോഗിക്കാനുള്ളത്. പിന്നെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഇത് ആക്ച്വലി കോസ്റ്റ് കൂടുതലാണ് ഈ കട്ടയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ലാഭം നമുക്ക് എടുക്കാൻ പറ്റുന്നത് ആക്ച്വലി പ്ലാസ്റ്ററിങ് സ്റ്റേജസിലാണ്. നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പുട്ടി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കോളംസും ഇതെല്ലാം കാസ്റ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു 1 സെൻറ്റിമീറ്റർ നമ്മൾ കുറച്ചാണ് ഇടുന്നത് ഈ ലിൻഡൽസ് എല്ലാം. അപ്പോൾ ഈ ഭാഗം നമ്മളൊന്ന് മെഷ്ഡ് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അത് ഒന്നിച്ച് പുട്ടിയിടാണ്. അപ്പോൾ ഈ ജോയിലുള്ള ക്രാക്സുകളൊക്കെ നമുക്ക് അങ്ങനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോഴെല്ലാം മെയിനായിട്ട് വട്ടത്തിലുള്ള കട്ടിങ്സുകളെല്ലാം വളരെ കുറച്ചാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും. മെയിൻ പോയിന്റ്സിലെല്ലാം സ്ലാബിൽ കൂടെയും ഫ്ലോറിലൂടെയൊക്കെ ആയിട്ടാണ് പോയിന്റ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ തന്നെ ആ സ്റ്റേജിൽ തന്നെ ഇതെല്ലാം ഒന്ന് പ്ലാൻ ചെയ്യണം. കാരണം സ്ലാബിലൂടെ തന്നെ മെയിൻ ലൈൻസ് എല്ലാം ഇറക്കിയിട്ടായിരിക്കും ഇവിടെ ചെയ്യുന്നത്. ഞാൻ ഈ വീടിൻ്റെ ഒരു ടിപ്പിക്കൽ ഒരു വാളിൻ്റെ ഒരു സെക്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ചെയ്യുമ്പോൾ കൂടുതലും വട്ടത്തിൽ കട്ട് ചെയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം. മെയിനായിട്ട് അത് ഫ്ലോറിലേക്ക് മെയിൻ പോയിന്റ്സുകളൊക്കെ ഇറക്കി സ്ലാബിലൂടെ ചെയ്യണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ ഒരു വട്ടത്തിലുള്ള കട്ട് വന്നത്. പക്ഷേ മാക്സിമം നമ്മളത് ഒഴിവാക്കണം. ഇത് നമ്മൾ കൊടുക്കേണ്ട ഒരു 3 ലെയർ കഴിയുമ്പോൾ ഒരു RCC ഒരു ബെൽറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന അതായത് നമ്മുടെ വിൻഡോസിലൊക്കെ ഏകദേശം അതിനോട് ചേർന്നിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ഓപ്പണിങ്സിൻ്റെ ഹൈറ്റ് അല്ലാതും ഈ ബ്രിക്ക് വട്ടത്തിൽ കട്ട് ചെയ്യാതെ ഈ ബ്രിക്കിൻ്റെ എവിടെയാണ് ഡിവിഷൻ വരുന്നത് അവിടേക്ക് ആ ഓപ്പണിങ് സൈസ് കൊണ്ടുവന്ന കാരണം നമുക്ക് കുറച്ചും കൂടെ അത് ബ്രിക്കിൻ്റെ കട്ടിങ് എല്ലാം നമുക്ക് കുറച്ച് കുറഞ്ഞ് കിട്ടും. ഇപ്പം ഇവിടെ വന്നിട്ടുള്ള മെയിനായിട്ടുള്ളത് ഈ ഒരു ലിൻഡിൽ വന്നിട്ടുണ്ട്. പിന്നെ അവിടെ വരുന്നതെല്ലാം ആക്ച്വലി ഒരു ഗ്ലാസ് ബ്രിക്കാണ്. പിന്നെ നമ്മൾ ഈ RCC ചെയ്യുമ്പോൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ 1 സെൻറ്റിമീറ്റർ കുറച്ച് വെക്കണം. അത് പിന്നീട് ക്രാക്ക് വരാൻ നമുക്ക് മെഷ് ഇട്ടത് തേച്ചെടുക്കാനാണ്. അപ്പോൾ അതിനുശേഷം പുട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ ജോയിനിലൊക്കെ ക്രാക്ക് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമുക്കിത് സഹായിക്കും. ഇതിൻ്റെ ഒരു ഡിസൈൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കയറി വരുന്നത് ഇത് ആക്ച്വലി ഒരു ഓപ്പൺ പ്ലാൻ ആയിട്ടുള്ളൊരു വീടാണ്. കയറി വരുന്നൊരു സിറ്റ് ഔട്ട് സ്പേസ്. പിന്നെ ഇതാണ് നമ്മുടെ ഒരു ലിവിങ് സ്പേസ്. ഇത് ആക്ച്വലി ഒരു ഡബിൾ ഹൈറ്റ് സ്പേസ് ആണ്. മുഴുവൻ ഡബിൾ ഹൈറ്റ് അല്ല, ഒരു ഹാഫ് ഡബിൾ ഹൈറ്റ് ആണെന്ന് പറയാം. പിന്നെ ഇതിൻ്റെ മേലെ നമ്മൾ ഇടാൻ പോകുന്നത് ഓടാണ്. ഓടിങ്ങനെ സ്ലോപ്പായിട്ട് വരും. നമുക്ക് അവിടെ ഒരു ഓപ്പണിങ് കാണാം. അത് ആക്ച്വലി ഓപ്പൺ ആയിട്ട് തന്നെ വീടാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു ഇതാണ് നമ്മുടെ പടിഞ്ഞാറ് വരുന്നത്. ഫ്രണ്ട് പടിഞ്ഞാറ് ഫേസിങ് ആണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്നൊരു കാറ്റിനെ ഇതിൽ കൂടെ പാസ് ചെയ്ത് നമ്മൾ ഹോട്ട് എയറിന് അതിൽ കൂടെ എക്സിറ്റ് ചെയ്യുന്ന പോലെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പാസീവായിട്ട് എപ്പോഴും ഈ വീട്ടിലൊരു വെന്റിലേഷൻ ഉണ്ടാവും. മാത്രമല്ല ഈ ഡബിൾ ഹൈറ്റ് മോഴിക്കുള്ള റൂംസിനായിട്ടുള്ളൊരു വീടിന് മൊത്തത്തിലൊരു കണക്ഷൻ കൊടുക്കുന്നു. ലിവിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു മജ്ലീസ് പോലെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഒരു കോട്ടിയാട്, അതിൻ്റെ ഒപ്പം തന്നെ ഈ സൈഡിലൂടെ നമ്മൾ സ്റ്റീൽ സ്റ്റെയർ കയറി പോയിട്ട് മേലെ കണക്റ്റ് ആവാമെന്ന്. പിന്നെ ഈ ഒരു ഏരിയ ഒരു കോട്ടിയാട് സ്പേസ് ആണ്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു കോഴിപ്പോണ്ടൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ ഒരു നല്ലൊരു കോട്ടിയാട് സ്പേസ് ആക്കാം. അത് ആക്ച്വലി ഒരു മജ്ലീസായിട്ട് ആ ഒരു സീറ്റിംഗ് ആയിട്ട് കണക്റ്റ് ആവുന്നു. ഇതൊരു നല്ലൊരു വരാന്തിയായിട്ട് മാറും. പിന്നെ ഈ സൈഡിലേക്ക് നമുക്കൊരു ഗസ്റ്റ് ബെഡ്റൂമാണ് വരുന്നത്. ജസ്റ്റ് ഒരു ബെഡ്റൂം വരുന്നു. പിന്നെ ഇതിനെല്ലാം സീലിംഗ് എല്ലാം നമ്മൾ ഇതേപോലെ തന്നെ എക്സ്പോസർ ആയിട്ടാണ് ചെയ്യുന്നത്. വേറെ പ്ലാസ്റ്ററിങ് ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ സ്റ്റേജിൽ തന്നെ ഇതിനെല്ലാം പ്രോപ്പർ ഗ്രിഡ് വരുന്ന പോലെയാണ് കാസ്റ്റിംഗ് സ്റ്റേജിൽ തന്നെ അതിൻ്റെ ആ ഷട്ടറിങ്സ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ഡൈനിങ് സ്പേസ് ആണ്.
ഡൈനിങ് സ്പേസിൽ നമുക്ക് പിന്നീട് ഇങ്ങോട്ടൊരു വരാന്തയ്ക്ക് ആയിട്ട് ഇറങ്ങാം എന്നുള്ള രീതിയിലാണ് അത് കാണുന്നത്. പിന്നെ ഡൈനിങ് സ്പേസിനോട് ചേർന്ന് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ കിച്ചൺ വരുന്നു. ഈ കിച്ചണിൽ പിന്നെ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്ന നമ്മൾ കൊടുക്കാറുള്ളതാണ് ഒരു ട്രോളി യൂണിറ്റ് സ്പേസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ്, മൈക്രോവേവ്, ഓവൻ അങ്ങനത്തുള്ള എല്ലാ അക്സറീസും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ അവിടുത്തെ ഒരു ഓപ്പൺ പ്ലാൻ ആയാൽ തന്നെ അവിടെ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മുടെ ഈ ഫ്രിഡ്ജ് അങ്ങനത്തെ സാധനങ്ങളൊന്നും നമ്മൾ കാണില്ല. അപ്പോൾ എല്ലാ അക്സറീസും ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന പോലെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കിച്ചൺ കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കും. മെയിൻ സ്റ്റോറേജുകളൊക്കെ ഇവിടെ പോകുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഈ കൗണ്ടർ മാത്രമേ ഈ കിച്ചണിൽ വരുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കിലേക്ക് ഇതേപോലെ തന്നെ നമ്മൾ സ്ലോ പ്രൂഫിൽ തന്നെ ഒരു റഫായിട്ടൊരു കിച്ചൺ, ഒരു ചെറിയൊരു കിച്ചൺ വർക്ക് ഏരിയ, അതിനൊപ്പം തന്നെ ഒരു സ്റ്റോർ റൂം. അപ്പോൾ മെയിനായിട്ട് ലോണ്ടറി അങ്ങനത്തെ ഒക്കെ ഇവിടെ ആയിരിക്കും നടക്കുന്നത്. പിന്നെ നമ്മുടെ ഇൻവെർട്ടറും അതെല്ലാം ഇതിനുള്ളിലായിരിക്കും. ബാക്കി ഇതിൻ്റെ മേലെ നമുക്കൊരു സ്റ്റോറേജ് കിട്ടുന്നുണ്ട്. പിന്നീട് നമ്മുടെ വരുന്ന ഒരു മജ്ലീസ് ഡബിൾ ഹൈറ്റിന് മുകളിലായിട്ട് ആ സ്ലാബിൽ ഞങ്ങൾ ചട്ടി വെച്ച് കാസ്റ്റ് ചെയ്തിരുന്നു. അതൊരു ആസ്തറ്റിക് പർപ്പസിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നതാണ്. ഇതിലൊരു ബേബിൻ്റെ വരുന്നുണ്ട്. അത് നമ്മുടെ കോയിപ്പോണ്ട് വരുന്ന ഏരിയയിലേക്കാണ് അത് ഓപ്പൺ അപ്പ് ചെയ്യുന്നത്. അതിൻ്റെ താഴെ ഒരു എക്സോസ്റ്റിൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അത് കൊടുത്തിരിക്കുന്നത് അതിൽ നിന്ന് നമുക്ക് എയർ ഉള്ളിലേക്ക് എടുത്തിട്ട് മുകളിലൊരു എക്സോസ്റ്റും കൂടെ ഒരു ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കൊരു വെന്റിലേഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കൂൾ എയർ എടുത്തിട്ട് ഹോട്ട് എയർ മുകളിലൂടെ ഔട്ട് ചെയ്യാൻ പറ്റും. അതൊരു ആക്റ്റീവ് വെന്റിലേഷനായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ വീട് വരുന്നത് കൊടുങ്ങല്ലൂരാണ്. ബാക്കി നമുക്ക് ഈ വീട് ഫിനിഷ് ചെയ്തതിന് ശേഷം വ്ളോഗ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. താങ്ക് യു.